അഖിൽമാരാർ ഇന്നലെ ഉണ്ടെങ്കിൽ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ ദിലീപിൻ്റെ കൂടെയുള്ള ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് കുറേയധികം പേര് ഇപ്പോഴും ദിലീപിനെ ശിക്ഷിക്കാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ തൻ്റെ അഭിപ്രായങ്ങൾ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോരോ കാര്യങ്ങളായിട്ട്. അതിനകത്തൊരു പോസ്റ്റാണ് ഈ കാണുന്നത്. നിങ്ങൾ മഞ്ജു വാര്യരെ ഉപേക്ഷിച്ച് കാവ്യയെ കെട്ടിയ ക്രൂരനായ ദിലീപ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ദിലീപ് എന്തുകൊണ്ടാണ് മഞ്ജു വാര്യരെ ഉപേക്ഷിച്ചതെന്ന്, അതിനുള്ള കാരണം മഞ്ജുവിൻ്റെ മകളെ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിയ ശേഷം പുറലോകം നടിയുടെ ചെയ്തികൾ അറിയാതിരിക്കാൻ വിചാരണ രഹസ്യമായി വേണമെന്ന് കോടതിയിൽ സ്പെഷ്യൽ പെർമിഷൻ എടുത്തു നടത്തിയതാണ്. ആ യാഥാർത്ഥ്യങ്ങൾ നാളിതുവരെ പുറംലോകം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ അഖിൽമാരാറിന് എങ്ങനെ അറിയാം, അഖിൽമാരാർ കോടതിയിലുണ്ടായിരുന്നോ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം തൊട്ട് മഞ്ജു വാര്യർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. കുറേയധികം പേര് ഈ ഒരു രീതിയിൽ തന്നെ വീഡിയോസ് ഇടുന്നതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. മഞ്ജു വാര്യരുടെ ക്യാരക്ടർ അത്ര കൊള്ളില്ല, അതുകൊണ്ടാണ് ദിലീപ് ഉപേക്ഷിച്ചത്, അതുകൊണ്ടാണ് മീനാക്ഷി മഞ്ജു വാര്യരുടെ കൂടെ പോകാഞ്ഞത്, ദിലീപിൻ്റെ കൂടെ തന്നെ നിന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കുറേയധികം വീഡിയോസ് ചില ചാനലിലൊക്കെ ഇടുന്നതായിട്ട്, യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ അഖിൽമാരാർ റെസ്പോൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.